എല്ലാവർക്കും ക്യുസീൻസ് ഓഫ് ഇന്ത്യയുടെ അടുത്ത ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ റെസിപ്പി പുളിശ്ശേരിയാണ്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏത് സദ്യയിലെയും പ്രധാന ഒരു വിഭവമാണ് പുളിശ്ശേരി. പുളിശ്ശേരി ഇല്ലാത്ത ഒരു ഓണസദ്യ മലയാളിക്കില്ല. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റിൽ വരുന്നത് തൈരാണ്. ഇത് 3/4 ലിറ്റർ തൈരാണ്. തൈര് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം. കടുക് 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 4 അല്ലിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ വറ്റൽ മുളക് 2 എണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്. വറ്റൽ മുളക് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പച്ചമുളക് 3 എണ്ണം, ആവശ്യത്തിന് കരിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം നമ്മളിവിടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി ഉലത്തിയെടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പം കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഒലത്തിപ്പോൾ ഏകദേശം ഇവിടെ ആയി. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം ആദ്യം ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇത് തണുക്കാനായിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇത് തണുത്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് തൈര് മിക്സിക്കകത്തേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇത് ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നമ്മളിവിടെ ചട്ടിക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വേണമെങ്കിൽ പാനിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മോരിൻ്റെ അരപ്പ് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഒത്തിരിയുണ്ട്. അതുപോലെ തന്നെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവി വരുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്താതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് നിർത്തി ഇത് ആറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണെങ്കിലും ചെയ്യാം. എന്നാലും നമ്മൾ ഇത് ആറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ആവി വന്നു. ഇത് നമ്മൾ നേരെ ഗ്യാസിൽ നിന്ന് മാറ്റി ഇനി ഇത് ആറുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മളിത് ആറിക്കഴിഞ്ഞാണ് ഉപ്പിടുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മോര് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ മോരും ചോറും കൂടെ കഴിച്ചാൽ വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും ഈ പെട്ടെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട്.